മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുന്നത് 1729 അതായത് അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ബാലരാമവർമ്മ അന്തരിക്കുന്നത് 1729 ഫെബ്രുവരി 13 ബാലരാമവർമ്മ അന്തരിക്കുന്നത്. ജൂൺ 21 അനന്തരവൻ അധികാരമേൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനിടയിലുള്ള 123 ദിവസം ആര് ഭരിച്ചു എന്നൊരു ചോദ്യം വരിക. ഇവിടെ നമ്മൾ മാർത്താണ്ഡവർമ്മ ഇത് പറയുമ്പോൾ പൊതുവേ ഒരു സംശയം വരാം, മാർത്താണ്ഡവർമ്മയ്ക്ക് അങ്ങനെ ജ്യേഷ്ഠന്മാരും ഒക്കെ ഉള്ളതായി എങ്ങും രേഖയില്ലല്ലോ. അതിന് കൃത്യമായ തെളിവുകളുണ്ട്. അപ്പോൾ 1742 കാണിക്കാർക്ക് പട്ടയം ചാർത്തി കൊടുക്കുന്നതിൻ്റെ കാരണം അതിനകത്ത് പറയുന്നുണ്ട്. കാരണം ഇതാണ്: മുൻട്ര നാടുവാഴിയും കൂട്ടുകാരും നമ്മെ കൊല്ലുവാനായി വന്നപ്പോൾ മലയിൽ ഓടിക്കയറുകയും പാറപ്പൊപ്പിൽ 4 ദിവസം വേലൻ പരപ്പൻ തുണയ്ക്കിയ കാണിക്കാരന്മാർ സംരക്ഷിക്കുകയും അവസാനം പാണ്ടിയിൽ കൊണ്ടുവന്ന് രക്ഷിക്കുകയും ചെയ്ത നന്ദിക്കാകെ. ചിലത് ചരിത്രം വളച്ചൊടിക്കാറുണ്ട്, മറ്റു ചിലർ ചരിത്രത്തെ ഒഴിവാക്കാറുണ്ട്. എങ്ങനെയാണ് കാണിക്കാരന്മാർ ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ ഏക ഗോത്ര സമൂഹമാണ് കാണിക്കാർ. കാണിക്കാർ എന്ന രേഖകളിൽ അടയാളപ്പെടുത്തി കാണുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവരെ പരിചയപ്പെടുത്തുന്നത് മലയരയർ എന്നാണ്. അതെന്തോ ആവട്ടെ. പക്ഷേ ഈ മലയരയർ എന്ന് പറയുന്ന കാണിക്കാർ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മലമ്പ്രദേശങ്ങൾ പൂർണ്ണമായവരുണ്ട്, കൊല്ലം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലുണ്ട്, കന്യാകുമാരി ജില്ലയുടെ ഭാഗങ്ങളിലുണ്ട്, തിരുനെൽവേലിയിലും ഇവരെ വ്യാപകമായി കാണാൻ പറ്റും. ഇവർക്ക് തിരുവിതാംകൂറിലെ രാജകുടുംബത്തിൽ എല്ലാ തിരുവോണ കാലങ്ങളിലും ഇവർക്ക് പ്രവേശനമുണ്ടെന്ന് മാത്രമല്ല, അവർക്ക് അവിടെ നിന്ന് രാജകുടുംബത്തിൽ നിന്ന് സദ്യ വിളമ്പിക്കൊടുക്കുകയും രാജകുടുംബാംഗങ്ങളുമായി ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുകയും ചെയ്തു വരുന്ന ഒരു ആചാരമോ ഒരു അനുഷ്ഠാനമോ നൂറ്റാണ്ടുകളായി തുടർന്നു വരികയാണ്. ഇതിൻ്റെ പിന്നിൽ പലരും പറയുന്നു എങ്കിലും ഇതിന് കൃത്യമായ ചില ചരിത്ര രേഖകളുടെ പിൻബലത്തിൽ നമുക്ക് ഈ ആചാരത്തിൻ്റെ ഇതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതായത് നമുക്കറിയാം, മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുന്നത് 1729 അതായത് അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ബാലരാമവർമ്മ അന്തരിക്കുന്നത് 904 മകരം 29 അതായത് 1729 ഫെബ്രുവരി 13 ബാലരാമവർമ്മ അന്തരിക്കുന്നത്. അത് കഴിഞ്ഞ് മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറ്റു എന്നാണ് നമ്മുടെ പാരമ്പര്യ വിശ്വാസം. മാർത്താണ്ഡവർമ്മ അധികാരത്തിലേക്കുന്നത് 904 ആനിമാസം എന്ന് പറയുന്നത് ഇന്നത്തെ മിഥുനമാസം 4-ാം തീയതിയാണ്. അതായത് 1729 ജൂൺ 21. ഫെബ്രുവരി 13 ബാലരാമവർമ്മ മരിക്കുന്നു, അമ്മാവൻ മരിക്കുന്നു. ജൂൺ 21 അനന്തരവൻ അധികാരമേൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനിടയിലുള്ള 123 ദിവസം ആര് ഭരിച്ചു എന്നൊരു ചോദ്യം വരിക. ഈ 123 ദിവസം രാജ്യം അനാഥമായിരുന്നു. ഒരിക്കലും രാജ്യം അനാഥമാവാൻ വഴിയില്ല. സാധാരണഗതിയിൽ അതിന് അധികാരികൾ കുടുംബാംഗങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ആ കുടുംബാംഗങ്ങൾ അധികാരമേറ്റിരിക്കണം. അപ്പോൾ ഈ 123 ദിവസം മാർത്താണ്ഡവർമ്മയ്ക്ക് അധികാരത്തിൽ വരാൻ എന്തായിരുന്നു തടസ്സം? ഇത് നമ്മളിനി പരിശോധിക്കണം. ഇത് പരിശോധിക്കേണ്ടുന്ന ആദ്യത്തെ രേഖ എന്ന് പറയുന്നത് കാണിക്കാർ പട്ടയമാണ്. കാണിക്കാർ പട്ടയം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയെ ഒളിവിൽ താമസിപ്പിച്ച കാണിക്കാരേക്ക് പിൽക്കാലത്ത് പതിച്ചു കൊടുത്തൊരു പട്ടയത്തിനെ സംബന്ധിച്ചാണ്. ആ പട്ടയം ഇങ്ങനെയാണ്: 904 മകരം 29 കൽക്കുളത്ത് ഇരുന്നാണിത് എഴുതുന്നത്. അപ്പോൾ ഈ പട്ടയം കാണിക്കാർക്ക് ചാർത്തി കൊടുക്കുന്നത് 1742. അപ്പോൾ 1742 കാണിക്കാർക്ക് പട്ടയം ചാർത്തി കൊടുക്കുന്നതിൻ്റെ കാരണം അതിനകത്ത് പറയുന്നുണ്ട്. കാരണം ഇതാണ്: മുൻട്ര നാടുവാഴിയും കൂട്ടുകാരും നമ്മെ കൊല്ലുവാനായി വന്നപ്പോൾ മലയിൽ ഓടിക്കയറുകയും പാറപ്പൊപ്പിൽ 4 ദിവസം വേലൻ പരപ്പൻ തുണയ്ക്കിയ കാണിക്കാരന്മാർ സംരക്ഷിക്കുകയും അവസാനം പാണ്ടിയിൽ കൊണ്ടുവന്ന് രക്ഷിക്കുകയും ചെയ്ത നന്ദിക്കാകെ.
എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ മുതൽ ഏതാണ്ട് നമ്മുടെ കുഴിത്തറ വരെയുള്ള മലമ്പ്രദേശങ്ങൾ അവർക്ക് ഈ വേലൻ പരപ്പൻ മുതലായ 10-20 കാണിക്കാർക്ക് ചാർത്തി കൊടുക്കുന്നതാണ് പട്ടയം. 1742 ഈ പട്ടയം ചമയ്ക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇന്നത്തെ അളവനുസരിച്ചാണെങ്കിൽ 38,600 ഏക്കർ വരും. ഈ 38,600 ഏക്കറിൽ 36,000 ഏക്കർ തിരുവിതാംകൂറിലും ബാക്കി 2,200 ഏക്കർ ഇന്ന് തമിഴ്നാട്ടിലുമാണ്. ഇതിനെ രണ്ടിനെയും സംബന്ധിച്ച് കേസ് നടക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ കേസ് നടക്കുന്നത് നെയ്യാറ്റിൻകര കോടതിയിലും മുൻസിഫ് കോർട്ടിലും, തമിഴ്നാട്ടിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചുള്ള കേസ് നടക്കുന്നത് മധുര കോടതിയിലുമാണ്. അതിന് ഈ പട്ടയമാണ് അതിന് രേഖയായി സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന വിഷയം നമ്മൾ എടുക്കേണ്ടത്, മുൻട്ര നാടുവാഴിയും കൂട്ടുകാരും നമ്മെ കൊല്ലുവാനായി വന്നപ്പോൾ, അപ്പോൾ മാർത്താണ്ഡവർമ്മയെ കൊല്ലാനായി വന്ന മുൻട്ര നാടുവാഴി, മുമ്പുള്ള നാടുവാഴി ആരാണ്? ഏതായാലും അമ്മാവൻ മരിച്ചതിന് ശേഷമുള്ള ഒരു നാടുവാഴിയാണ് മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ വരുന്നത്. ആ മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ വരുന്ന നാടുവാഴി ആരാണ് എന്ന് മതിലകൻ രേഖ നമുക്ക് പരിശോധിക്കാം. മതിലകൻ രേഖയിലെ രേഖ ഇങ്ങനെയാണ്: 904 മകരം 29 കൽക്കുളത്ത് എഴുന്നരുളിയിരുന്ന് നാട് നീങ്ങുകയിൽ തിരുപ്പണി ചെയ്യാതെ മുടങ്ങിക്കിടക്കുകയാൽ ഇരണിയൽ എഴുന്നള്ളിയിരുന്ന ഇളയ തമ്പുരാനും വടക്കു നിന്നും എഴുന്നരുളിച്ചു കൊണ്ടുവന്ന മാടത്തൻകൂർ തമ്പുരാനും നാട് നീങ്ങുകയിൽ പിൽപ്പാകം നെയ്യാറ്റിൻകര എഴുന്നള്ളിയിരുന്ന നയിനാർ അഴിനാം തിരുനാൾ തിരുവതാളം ചെയ്തരുളിയ മാർത്താണ്ഡവർമ്മരായ കൊച്ചു തമ്പുരാനും തിരുമൂപ്പ് കൊണ്ട് തിരുവനന്തപുരത്ത് പുല്ലിക്കോട്ട് കോയിക്കലിൽ ഇരുന്നരുളി തിരുവുള്ളം പറ്റി കൽപ്പിച്ച് 904 ആനിമാസം 4 മുതൽ പേർക്ക് തിരുപ്പണി തുടങ്ങി എന്നാണ്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പ് ഇരുന്ന അമ്മാവൻ മരിച്ചതിന് ശേഷം നാട് നീങ്ങുകയിൽ എന്താണ് സംഭവിച്ചത്? ഇളയ തമ്പുരാൻ അധികാരമേൽക്കുകയും അതിനുശേഷം വടക്കു നിന്നും എഴുന്നരുളിച്ചു കൊണ്ടുവന്ന തമ്പുരാനും അധികാരമേറ്റു. അതിനുശേഷമാണ് മാർത്താണ്ഡവർമ്മ, ഇവർ രണ്ടുപേരും മരിച്ചതിന് ശേഷമാണ് മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ ഏൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അമ്മാവനായ ബാലരാമവർമ്മ മരിച്ച് 123 ദിവസങ്ങൾക്കിടയിൽ 2 രാജാക്കന്മാർ തിരുവിതാംകൂർ ഭരിച്ചു. ഇതെങ്ങനെയാണ്, ആരാണ് എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് പോകണം. അതായത് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അമ്മ വീടാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ റാണിമാർ പ്രസവിച്ചുണ്ടാകുന്ന ആൺമക്കളാണ് തിരുവിതാംകൂർ ഭരിക്കുന്നത്. അപ്പോൾ അവർ ആദ്യം പിറക്കുന്ന ആൺകുട്ടി, 2 പേരുകൾ മാത്രമേ അവർ സാധാരണ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടാറുള്ളൂ. ആൺകുട്ടികൾക്കിടുന്ന മൂത്തയാളിൻ്റെ പേര് രാമവർമ്മ എന്നാണ്, രണ്ടാമത്തെ ആളിൻ്റെ പേര് മാർത്താണ്ഡവർമ്മ എന്നാണ്. പിന്നീട് വരുന്നവർ ബാലരാമവർമ്മ, ബാലമാർത്താണ്ഡവർമ്മ എന്നിങ്ങനെയാണ് പേരിടുക. അതുപോലെ പെൺകുട്ടികൾക്കും 2 പേരുകളേ ഉള്ളൂ. ആദ്യത്തെ മൂത്ത പെൺകുട്ടിയുടെ പേര് ലക്ഷ്മിഭായി എന്നും രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേര് പാർവതിഭായി എന്നുമാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു. ആ ജ്യേഷ്ഠൻ്റെ പേര് രാമവർമ്മ എന്നാണ്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം കൽക്കുളമായിരുന്നു. ഇന്നത്തെ പത്മനാഭപുരം കൊട്ടാരമാണ് തലസ്ഥാനം. ഇളയ രാജാവായ, അതായത് ആദ്യത്തെ ഇളയ രാജാവിന് താമസിക്കാനുള്ള സ്ഥലം എരണിയൽ കൊട്ടാരമാണ്. ആ കൊട്ടാരം ഇന്ന് തകർച്ചയുടെ വക്കലാണ്. എരണിയലിൽ താമസിക്കുക, അതും തമിഴ്നാട്ടിലാണ്. അതിൻ്റെ അതായത് രണ്ടാമത്തെ മുറ, യുവരാജാക്കന്മാരിൽ 2ാം മുറക്കാരൻ താമസിക്കുന്ന നെയ്യാറ്റിൻകരയുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട്, ഇരണിയൽ തമ്പുരാനാണ് ആദ്യം രാജാവായത് എന്നാണ്. അതായത് അമ്മാവനായ ബാലരാമവർമ്മ മരിച്ചതിന് ശേഷം രാജാവായത് ഇരണിയലിലെ ഇളയ തമ്പുരാനാണ്. മാർത്താണ്ഡവർമ്മയുടെ നേരെ ജ്യേഷ്ഠനായ രാമവർമ്മയാണ്. അതിനുശേഷം മാർത്താണ്ഡവർമ്മയാണ് ആകേണ്ടത്. പക്ഷേ അതിന് പകരം രാജാവായത് വടക്ക് നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന മരുതൂർ കുളങ്ങര രാജാവാണ്. ഇവിടെയാണ് പ്രശ്നമായത്.
അതായത് വടക്ക് നിന്നും എഴുന്നരളിച്ചു കൊണ്ടുവന്ന രാജാവ് എന്ന് പറയുന്നത് അദ്ദേഹം കോലത്തിരി രാജവംശത്തിൽപ്പെട്ടയാളാണ്. കോലത്തിരി രാജവംശത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം തലശ്ശേരിയിലെ ബ്രിട്ടീഷ് ഫാക്ടറിയിൽ അഭയം തേടി. അങ്ങനെ ബ്രിട്ടീഷ് രേഖകളിലെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നത് തലശ്ശേരി പ്രിൻസ് എന്നാണ്. ഈ തലശ്ശേരി പ്രിൻസിനെ മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായ ബാലരാമവർമ്മ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരിയെയും തിരുവിതാംകൂറിലേക്ക് ദത്തെടുത്തു. അതായത് വടക്ക് നിന്നും എഴുന്നരുളിച്ചു കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന രാജകുമാരൻ്റെ പേര് തലശ്ശേരി പ്രിൻസാണെന്നും അദ്ദേഹത്തെ തിരുവിതാംകൂറിലേക്ക് ദത്തെടുക്കുകയും ചെയ്തു. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ജ്യേഷ്ഠനായ രാമവർമ്മ മരിച്ചതിന് ശേഷം ഈ ദത്ത് വന്ന തലശ്ശേരി പ്രിൻസിനെ രാജാവായി അഭിഷേകം ചെയ്യിച്ചു. അപ്പോൾ ഇതിന് ചുക്കാൻ പിടിച്ചത് എട്ടരയോക്കാരാണ്. സാധാരണ ബ്രാഹ്മണ്യത്തിൻ്റെ മേൽക്കോയ്മ പൂർണ്ണമായും നിലനിന്നിരുന്ന ഇവിടെ ആ ബ്രാഹ്മണ്യത്തിൻ്റെ അനുവാദത്തോടും അംഗീകാരത്തിനോടും കൂടി വടക്ക് നിന്നും ദത്ത് വന്ന തലശ്ശേരി പ്രിൻസിനെ രാജാവാക്കി അഭിഷേകം ചെയ്യിച്ചു. ഇത് മാർത്താണ്ഡവർമ്മ എതിർത്തു. മാർത്താണ്ഡവർമ്മ എതിർക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദത്ത് വന്നവർക്ക് രാജ്യഭാരം കൊടുക്കാൻ പറ്റില്ല. ദത്ത് വന്നവർക്ക് രാജ്യഭാരം കൊടുക്കുന്നതിനെതിരെയാണ് മാർത്താണ്ഡവർമ്മ കലാപം ഉണ്ടാക്കിയത്. ആ കലാപം നിൽക്കുമ്പോഴാണ് മുൻറനാട് വാഴിയും കൂട്ടുകാരും എന്ന് പറഞ്ഞാൽ ഈ തലശ്ശേരി പ്രിൻസും കൂട്ടുകാരും കൂടി മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ പദ്ധതിയിട്ടു. അങ്ങനെ മുൻറനാട് വാഴിയും കൂട്ടുകാരും നമ്മെ കൊല്ലുവാനായി വന്നപ്പോൾ മലയിൽ ഓടിക്കയറുകയും പാറപ്പൊപ്പിൽ ഒളിച്ചിരിക്കുകയും ചെയ്തു 4 ദിവസം എന്നാണ്. ആ പാറപ്പൊത്ത് ഇന്നും നമുക്ക് കാണാൻ പറ്റും. അത് അമ്പൂരിയിൽ ദ്രവ്യപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വളരെ ദുഷ്കരമാണ്. ആ മലയുടെ മുകളിൽ ഇന്നും ഒരു ചെറിയ ഗുഹയുണ്ട്. അവിടെ മാർത്താണ്ഡവർമ്മയെ 4 ദിവസം രക്ഷിച്ച നന്ദിക്കാകെയാണ് വേലൻ, പരപ്പൻ തുടങ്ങിയ കാണിക്കാരന്മാർക്ക് സ്വത്ത് എഴുതി കൊടുക്കുന്നത്. ഇവിടെ 2-3 വിഷയങ്ങൾ ഉദിക്കുന്നു. ഇവിടുത്തെ കാണിക്കാരെന്ന് പറയുന്ന സമൂഹം ആദിവാസി സമൂഹമാണ്. ആ ആദിവാസി സമൂഹത്തിൽ സംരക്ഷണയിൽ മാർത്താണ്ഡവർമ്മ കഴിയുന്നു. അവിടുത്തെ കാണിക്കാരുകൾ അവരുടെ കുടുംബക്കാരും വെച്ച ഭക്ഷണം കഴിച്ചുകൊണ്ട് 4 ദിവസം അദ്ദേഹം കഴിയുന്നു. ആ 4 ദിവസം കഴിയാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. 1. അപ്പോൾ അയിത്തം കൊടുകുത്തി വാണിരുന്ന തികച്ചും ബ്രാഹ്മണാധിപത്യത്തിന് കീഴിൽ കഴിയാൻ ആഗ്രഹിച്ചുന്ന ബ്രാഹ്മണരെ അതിരറ്റ് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ക്ഷേത്രവിശ്വാസിയായ മാർത്താണ്ഡവർമ്മ നമ്മുടെ കാണിക്കാരുടെ കുടുംബത്തിൽ ജീവിച്ചവരുടെ ഭക്ഷണവും കഴിച്ച് ജീവിച്ച നന്ദിക്ക് ആകെ 2 കാര്യങ്ങൾ ചെയ്തു. 1, ഈ 38,000 ഏക്കർ പതിച്ചു കൊടുക്കുകയും അന്നു മുതൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ തിരുവോണ ദിവസം വന്നിരുന്ന് ഭക്ഷണം കഴിക്കുവാനും അവരോടൊപ്പം കഴിയുവാനുമുള്ള അവകാശങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ പോയ സംഭവമാണ്. മാർത്താണ്ഡവർമ്മയെ ഒരുപാട് പേർ രക്ഷിച്ചിട്ടായി കഥകളുണ്ട്. അതൊന്നും രേഖകളില്ല, കഥകളുണ്ട്. കാര്യം ബ്രാഹ്മണ പൂജാരി വേഷം മാറി അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയതായി കഥകളുണ്ട്. ചില നായർ തറവാടുകളിൽ അദ്ദേഹത്തെ നിലവറയ്ക്കകത്ത് പൂട്ടിയിട്ട് രക്ഷിച്ച കഥകളുണ്ട്. മറ്റു ചില വീടുകളിൽ വേഷം മാറി അദ്ദേഹം താമസിച്ചതായും യാത്ര ചെയ്തതായൊക്കെ ഒരുപാട് കഥകൾ അവരവരുടെ ഭാവനയ്ക്കൊത്ത് കഥകൾ മെനയുമ്പോൾ ഈ പാവപ്പെട്ട കാണിക്കാരന്മാർ കൃത്യമായി 4 ദിവസം സംരക്ഷിക്കുകയും ഭക്ഷണം കൊടുത്ത് പാണ്ഡ്യയിൽ കൊണ്ടുവന്ന് രക്ഷിക്കുകയും ചെയ്തതിൻ്റെ രേഖകൾ ലഭ്യമായിട്ടും ഇതൊരിക്കലും ഒരിടത്തും ഒരു ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി കാണാത്തത് വളരെ ദുഃഖകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ നമ്മൾ മാർത്താണ്ഡവർമ്മ ഇത് പറയുമ്പോൾ പൊതുവേ ഒരു സംശയം വരാം. മാർത്താണ്ഡവർമ്മയ്ക്ക് അങ്ങനെ ജ്യേഷ്ഠന്മാരും ഒക്കെ ഉള്ളതായി എങ്ങും രേഖയില്ലല്ലോ. അതിന് കൃത്യമായ തെളിവുകളുണ്ട്. നമുക്ക് സ്വാതി തിരുനാളിനെ എടുക്കാം. സ്വാതി തിരുനാളിൻ്റെ ജ്യേഷ്ഠൻ സ്വാതി തിരുനാളിൻ്റെ പേര് രാമവർമ്മ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അനുജനാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചിത്തിര തിരുനാൾ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ പേര് രാമവർമ്മ. ചിത്തിര തിരുനാൾ രാമവർമ്മ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അനുജനാണ് മാർത്താണ്ഡവർമ്മ, ഈ അടുത്ത കാലത്ത് അന്തരിച്ച മാർത്താണ്ഡവർമ്മ. അപ്പോൾ രാമവർമ്മ മാർത്താണ്ഡവർമ്മ തുടങ്ങിയ പേര് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എന്നും മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നമ്മുടെ തിരുവിതാംകൂർ രാജാവിന് ഇവിടെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ മാർത്താണ്ഡവർമ്മയ്ക്കൊരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു എന്നും ഈ പാരമ്പര്യ രീതിയിൽ നിന്നും രേഖകളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാണ്.
ഇത് അവതരിപ്പിക്കുക എന്നുള്ളത്, അതായത് ചരിത്രത്തെ എങ്ങനെയാണ് നമ്മൾ മറക്കുന്നത്. ചിലത് ചരിത്രം വളച്ചൊടിക്കാറുണ്ട്, മറ്റു ചിലർ ചരിത്രത്തെ ഒഴിവാക്കാറുണ്ട്. എങ്ങനെയാണ് കാണിക്കാരെന്ന് പറയുന്ന സമൂഹം, മലയരയരെന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ഇവിടുത്തെ ഒരു പഴയകാലത്തെ പരിഷ്കൃത സമൂഹമായിരുന്ന ആ ഒരു സമൂഹം എങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ കാണിക്കാർ പട്ടയം എന്ന് പറയുന്ന ഈ പട്ടയവും ഈ സംഭവവും അവതരിപ്പിച്ചത്. നന്ദി.